അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമുക്ക് വീഡിയോ ജനറേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്കത് ഫുൾ സ്ക്രീനിൽ നോക്കാം. ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയ വീഡിയോ. ടെക്സ്റ്റ് പ്രോംപ്റ്റ്സ് റൈറ്റ് ചെയ്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് AI ടൂൾസ് നമുക്ക് പരിചയപ്പെടാം. ഹായ് ഓൾ, കഴിഞ്ഞ വീഡിയോയിൽ ടെക്സ്റ്റ് പ്രോംപ്റ്റ്സ് റൈറ്റ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള കുറച്ച് AI ടൂൾസാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ വീഡിയോയിൽ ടെക്സ്റ്റ് പ്രോംപ്റ്റ്സ് റൈറ്റ് ചെയ്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് AI ടൂൾസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടൂൾ നമ്പർ 1 ആണ് റൺവേ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ലെവലിലോ അല്ലെങ്കിൽ നിങ്ങളൊരു കൊമേഴ്ഷ്യൽ പർപ്പസസിനൊക്കെ വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ റൺവേ യൂസ് ചെയ്തിട്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൺവേ അവരുടെ ഫ്രീ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം പെയ്ഡ് വേർഷനിലാണ് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ടോ പ്രൊഫഷണലായിട്ട് അങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പെയ്ഡ് വേർഷൻ യൂസ് ചെയ്തിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. നമ്പർ 1 ആയിട്ട് വീഡിയോ ക്രിയേഷനിൽ നിൽക്കുന്ന ഒരു ടൂളാണ് റൺവേ. അപ്പോൾ ഞാനിതിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം നമ്മളിതിൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസിനെ കുറിച്ചാണ് കാണിക്കുന്നത്. പക്ഷേ റൺവേയുടെ ഒരു സിഗ്നിഫിക്കൻസ് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് റൺവേയുടെ മെൻഷൻ ചെയ്തത്. നിങ്ങൾക്ക് റൺവേ യൂസ് ചെയ്തിട്ട് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളത് വെച്ചിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടൂൾ നമ്പർ 2 ആണ് Pixverse.ai. Pixverse.ai യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് വീഡിയോസ് നമുക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഫ്രീ അല്ല, അവർ ഓരോ ക്രെഡിറ്റ്സ് വെച്ചിട്ടുണ്ട്. അത്രയും ക്രെഡിറ്റ്സ് നമുക്ക് ഡെയിലി അത്രയും വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ Pixverse യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസും ഇമേജസും ഒക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ Pixverse എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും കിട്ടുന്നത്. അതിൽ Pixverse യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസാണ്. ഈ വീഡിയോസൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസാണ്. നമുക്കും കറക്റ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കും ഇതുപോലത്തെ വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. Pixverseൽ നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഇമേജിനെ നമുക്ക് വീഡിയോ ആക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുവാണ്. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് വേണ്ടത്. ഞാൻ എൻ്റെ പ്രോംപ്റ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 3D പിക്സാർ സ്റ്റൈൽ വീഡിയോ ആണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോ എങ്ങനെയാണ് എന്ന്, അതായത് റിയലിസ്റ്റിക് വീഡിയോ ആണോ 3D വീഡിയോ ആണോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് പ്രോംപ്റ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി അത് നമുക്ക് അതുപോലത്തെ വീഡിയോസ് ജനറേറ്റ് ചെയ്ത് തരും. ഇനി നമുക്കിവിടെ എത്ര ഡ്യൂറേഷനുള്ള വീഡിയോ ആണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഹൈ ഡെഫിനിഷൻ, ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അവിടെ ആയിരിക്കും നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇമേജ് ജനറേഷനൊന്നും പോലെ വളരെ ക്വിക്കായിട്ട് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് കിട്ടില്ല. ലൈക്ക് 2 to 5 minutes, ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം ചിലപ്പോൾ എടുക്കും. കാരണം ഫ്രീ വേർഷൻ ആയത് കാരണം നമുക്ക് ടൈം എടുത്തിട്ടായിരിക്കും അത് ജനറേറ്റ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഫുൾ സ്ക്രീനിൽ നോക്കാം. ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയ വീഡിയോ. ഇനി നമുക്ക് ഈ വീഡിയോനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യും. പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി അത് റീട്രൈ ചെയ്യണമെങ്കിൽ റീട്രൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് നമുക്ക് അപ്സ്കെയിൽ ചെയ്യണം, കുറച്ചും കൂടി ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അപ്സ്കെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവരൊന്നും കൂടി ജനറേറ്റ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്ത് തരും. നമുക്ക് അപ്സ്കെയിൽ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി അപ്സ്കെയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്ത ടൂളാണ് Kling.ai എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ URLs എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ Kling.aiയുടെ വെബ്സൈറ്റിൽ പോവുക, നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക.
അക്കൗണ്ട് ഇല്ലെങ്കിൽ സൈനപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ AI വീഡിയോസ് എന്നുള്ള ഈ ടാബ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ട വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പിക്സ്വേഴ്സിൽ കണ്ട പോലെ തന്നെ നമുക്ക് കറക്റ്റ് ഫുൾ ടെക്സ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഇമേജിനെ നമുക്ക് ആനിമേറ്റ് ചെയ്യുന്ന രീതിയിലോ അതിനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലോ ചെയ്യാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെ ക്ലിങ് ആയാലും നമുക്ക് ടെക്സ്റ്റിനെ കംപ്ലീറ്റ് വീഡിയോ ആക്കാം. അതുപോലെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജിനെ വീഡിയോ ആക്കുന്നതും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ. ഇവരുടെ ഒരു വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഈ കണ്ട എല്ലാ ടൂൾസിൻ്റെ ഉള്ളിലും ഫ്രീ വേർഷൻസിൽ ഈ ടൂളുകളുടെ വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ. അപ്പോൾ നിങ്ങളൊന്നെങ്കിലും ഓൺലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അടുത്ത ടൂളാണ് hotshot.co എന്ന് പറയുന്ന ടൂളാണ്. ഈ URL-ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഷോട്ട് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് നമുക്കിവിടെ ഒരുപാടെണ്ണം കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രോംപ്റ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ AI ടൂൾസും അവർ ചില പ്രോംപ്റ്റ് ഗൈഡ്സുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഹോട്ട്ഷോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ ഈ പ്രോംപ്റ്റ് ഗൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ പ്രോംപ്റ്റുകളൊന്ന് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ രീതിയിൽ തന്നെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വീഡിയോസ് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഹോട്ട്ഷോട്ട് പറയുന്നത് അവരുടെ ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടാനുള്ള പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് കൊടുക്കുക, എന്താണ് അവർ വെയർ ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്യുക, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്യുക, എവിടെയാണ് അവരിപ്പോൾ ഉള്ളതെന്ന് മെൻഷൻ ചെയ്യുക. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. മിക്ക AI ടൂൾസും ഈ പ്രോംപ്റ്റ് ഗൈഡ്സ് ഉണ്ടാവും മിക്കതിൻ്റെ ഉള്ളിലും. അപ്പോൾ അതൊന്ന് ഫൈൻഡ് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് കുറച്ചും കൂടി നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ടു ഹോട്ട്ഷോട്ടിലേക്ക് വരാം. ഇനി വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രീ വേർഷനിലായതുകൊണ്ട് അവർ നമ്മുടെ ഇത് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് 39 മിനിറ്റ്സ് ടൈം എടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ടൈം എടുക്കില്ല, നമുക്ക് വേഗം ജനറേറ്റ് ആയിട്ട് കിട്ടും പെയ്ഡ് വേർഷൻസ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പെയ്ഡ് വേർഷൻ വേണ്ട. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈൻ എന്നുള്ള ടാബിൻ്റെ ഉള്ളിൽ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ചുള്ള വീഡിയോ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമുക്ക് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡാക്കി വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾക്ക് അടുത്ത ഒരു ടൂൾ നോക്കാം. അടുത്ത ടൂളാണ് hiloy.ai എന്നാണ് ആ ടൂളിൻ്റെ നെയിം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനീസ് വെബ്സൈറ്റാണ്. അതാണ് ഇവരുടെ ഇത് ഫുൾ ചൈനീസിലാണുള്ളത്. നമുക്കപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ടായി കിട്ടും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് hiloy.ai ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അവർക്കൊരു ലിമിറ്റൊന്നുമില്ല. മറ്റേ നമ്മൾ നേരത്തെ കണ്ടതിലൊക്കെ ഒരു ക്രെഡിറ്റ്സ് വെച്ചിരിക്കുന്നത് പോലെ ഇവർക്കിപ്പം ലിമിറ്റ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. അവരുടെ ഒരു വാട്ടർമാർക്ക് ആ വീഡിയോസിൽ എല്ലാത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം, വീഡിയോ എങ്ങനെയാണ് ജനറേറ്റ് ആയി വരുന്നതെന്ന് നോക്കാം. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ hiloy യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത വീഡിയോസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവരും ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട പ്രോംപ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ജനറേറ്റ് വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ജനറേറ്റിംഗ് എന്ന് കാണിക്കും. അപ്പോൾ ഇതും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ജനറേറ്റ് ആവുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമുക്ക് വീഡിയോ ജനറേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 2 കുട്ടികൾ വേണം, പിന്നെ അതുപോലെ ഒരു വുഡൻ ട്രീ ഹൗസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3D പിക്ചർ സ്റ്റൈൽ വീഡിയോ ആണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ നമുക്ക് ജനറേറ്റ് ആയി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്കത് വ്യൂ ചെയ്യാം. അടുത്തൊരു ടൂളാണ് hyper.ai എന്നുള്ള ടൂള്. അപ്പോൾ ഈ URL-ലേക്ക് വരിക. എന്നിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ഡാഷ്ബോർഡിലേക്ക് നമ്മൾക്ക് എത്തും. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ടു വീഡിയോ, ഇമേജിനെ കൊടുത്തിട്ട് വീഡിയോ ആക്കാം, ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം, വീഡിയോ എൻഹാൻസർ യൂസ് ചെയ്യാം, വീഡിയോ ടു വീഡിയോ. അപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളിന്ന് നോക്കുന്നത് ടെക്സ്റ്റ് ടു വീഡിയോ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ HyperAI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ടു ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷൻ പ്രോംപ്റ്റ് നമ്മളിവിടെ റൈറ്റ് ചെയ്യുക. ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര സെക്കൻഡ്സ് വീഡിയോ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. 2 സെക്കൻഡ്സ് ആണോ 4 സെക്കൻഡ്സ് ആണോ 8 സെക്കൻഡ്സ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. 8 സെക്കൻഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഉള്ള ഫ്രീ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 300 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് പെർ ഡേ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് 40 ക്രെഡിറ്റ്സ് എടുക്കും 8 സെക്കൻഡ്സ് വീഡിയോ നമ്മൾ ജനറേറ്റ് ചെയ്താൽ. 4 സെക്കൻഡ്സോ 2 സെക്കൻഡ്സോ ജനറേറ്റ് ചെയ്താൽ നമ്മുടെ നിന്ന് ക്രെഡിറ്റ്സ് ഒന്നും പോവില്ല. ഇതൊക്കെ ഫ്രീ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 8 സെക്കൻഡ് കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ ഏത് ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മുടെ വീഡിയോ വേണ്ടതെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഞാൻ 16:9 തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോയുടെ റെസല്യൂഷൻ എന്താണെന്ന് വേണ്ടതെന്നുള്ളതും നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ. നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും. വീഡിയോ ജനറേഷൻ്റെ കാര്യങ്ങളൊക്കെ AIയിൽ ഹ്യൂജ് അഡ്വാൻസ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മളും ഈ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക, നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക. AI സ്കിൽസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നവരെക്കാളും നമ്മൾ ഒരുപാട് പുറകിലായി പോവും. അപ്പോൾ ആ സ്കിൽസ് യൂസ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫുള്ളൊരു വീഡിയോ, ഫുള്ളൊരു സ്റ്റോറി AI ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് ChatGPT യൂസ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യും, ഒരു സ്റ്റോറി സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യും. അതുപോലെ സ്റ്റോറി നറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതും AI ടൂൾ യൂസ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യും. ആ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടർ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് 6 സെക്കൻഡ്സ് അല്ലെങ്കിൽ കൂടിപ്പോയ 10 സെക്കൻഡ്സ് വീഡിയോസാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കംപ്ലീറ്റ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത സീനിലേക്ക് വരുമ്പോഴും നമ്മളുടെ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സ് ഒരുപോലെ ഇരിക്കണം. അവരുടെ ഷേപ്പും ഫീച്ചേഴ്സും എല്ലാം ഒരുപോലെ ഇരിക്കണം. ബേസിക്കലി അവരെ കാണാൻ ഒരുപോലെ ഇരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ ആ ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് പ്രോംപ്റ്റ് ഇനി അല്ല കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, അത് സെയിം ക്യാരക്ടറിനെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ക്യാരക്ടർ കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റിങ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അതെല്ലാം അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.